ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ ക്രോം ബുക്ക് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്തുനിന്നായാലും പുറത്തുനിന്നായാലും ക്രോം ബുക്ക് വാങ്ങിയിട്ട് പ്ലേ സ്റ്റോർ കിട്ടണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് ഒരുപാട് ആളുകൾക്ക്. പ്ലേ സ്റ്റോർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. പ്ലേ സ്റ്റോർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കണം. ഇത് ക്രോമാണിത്. ക്രോമിന്റെ അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ട് കൊടുത്താലാണ് അത് വർക്ക് ആവുക. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇതിൽ യു തന്നെയാണ് പോകേണ്ടത്. ചൈൽഡിൽ പോയ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് യുവിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമെയിൽ അടിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുക. അതിൽ നമ്മൾ ഫോണിന്റെ ജിമെയിൽ അക്കൗണ്ട് കൊടുത്താൽ, നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോണായിട്ട് സിങ്ക് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് അപ്ഡേറ്റും കാര്യങ്ങളും വരുമ്പോൾ രണ്ടിലും പരസ്പരം സിങ്ക് ആവും. അതാകുമ്പോൾ പുതിയ അക്കൗണ്ട് കൊടുത്താൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടും. അതിന് ഇതാ മോർ ഓപ്ഷനിൽ പോയിട്ട് ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ്, ഇതിൽ പോയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിലും പരമാവധി നമ്മൾ വലിയ ആളുകളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചുകൊണ്ട് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്തതിന് ശേഷമാണ് ഇന്റർഫേസിങ് വന്നിട്ടുള്ളത്. അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതിലുള്ള എല്ലാ ആപ്പുകളും കാണിക്കും. ഇതിൽ പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആവശ്യമുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പക്ഷേ അപ്ഡേറ്റ് ഒക്കെ നടക്കാനുള്ളതുകൊണ്ട് സ്ലോ ആയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ആവശ്യമുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് ഇനി ഒരുപാട് വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുന്ന നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.